പീച്ച് മേക്കർ ശാരിക അഥവാ ലേഡി ബിഗ് ബോസ് ശാരിക. ലേഡി ബിഗ് ബോസ് എന്ന് ശാരികയെ വിളിച്ചത് ലാലേട്ടനാണെന്നാണ് ശാരിക പറയുന്നത്. എന്തായാലും ശാരികയുടെ ഒരു വിഷയമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. വേറൊന്നുമല്ല, എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഒരുവിധം ഒന്ന് ആറിത്തണുത്ത് അതിൻ്റെ കനലൊക്കെ ഇങ്ങനെ കെട്ടടഞ്ഞ് വരുമ്പോഴാണ് ശാരിക പോയിട്ട് ഭൂന്നും പറഞ്ഞൊരു ഊതൽ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അതും കയറിയും കത്തും. ഇത് ശാരികയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഞാനിത് പറയാനുള്ള കാരണം, കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ രേണുസുധിയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടല്ലോ, ആ വിഷയം ഒരുവിധം ഒന്ന് അണഞ്ഞിരുന്ന സമയത്താണ്, അല്ലെങ്കിൽ അധികം ആരും അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്ന സമയത്താണ് രേണു ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം ശാരിക രേണുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ രേണു പറഞ്ഞിട്ടാണോ പറയാതെയാണോ നമുക്കറിയില്ല, രേണു നിന്റെ വീട് ഞാൻ കണ്ടുട്ടാ, ഇത് എന്തുവാണ് ഇത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് എന്നുള്ള ലെവലിൽ വീണ്ടും അതിനെ അങ്ങോട്ട് ഊതി പെരുപ്പിച്ച് വലിയൊരു സംഭവമാക്കി മാറ്റി. അതിനുശേഷം അന്ന് തുടങ്ങിയ വിവാദങ്ങളാണ് രേണുവിനെ ചുറ്റിപ്പറ്റി. അതുവരെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ രേണു ഒരുവിധം ഒന്ന് പോസിറ്റീവായിട്ട് വന്നു തുടങ്ങിയതാണ്. പക്ഷേ ശാരിക അവിടെ പോയി ഈ സാധനം ഒന്ന് ഊതി ആളിപ്പടർത്തി ഒരു വലിയൊരു ആഗോളതല പ്രശ്നമാക്കി മാറ്റി. ഒടുവിൽ ഇന്ന് രേണുവിനും കിച്ചുവിനൊക്കെ നോട്ടീസ് വരുന്ന ലെവലിലേക്ക് എത്തിച്ച് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമാക്കി മാറ്റിയതിന്. ഇപ്പം എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കണം ചോദിച്ചാൽ, നമ്മുടെ ഹെലനോസ് പാർട്ടി ഉണ്ടല്ലോ, ധന്യയും ജാൻമണി തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അറിയാമല്ലോ, ജാസിയും ഹെലനുമായിട്ടുള്ള വിഷയം. അതിനകത്തൊരു മീഡിയക്കാരൻ ജാൻമണിയോട് ആ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജാൻമണി ആള് മാറിയിട്ട് അവന് കഴപ്പാണ് എന്നൊക്കെ പറഞ്ഞ ലെവലിൽ സംസാരിച്ചു. അവസാനം ഹെലനെയാണെന്ന് ഉദ്ദേശിച്ച് അത് വ്യാഖ്യാനിക്കപ്പെട്ടു. ഒടുവിൽ ജാൻമണി ഹെലനെ വിളിച്ച് സോറി പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജാൻമണിയോട് വേറൊരു ദിവസം വേറൊരു മീഡിയക്കാരൻ ചോദിച്ചു, ഇങ്ങനെ മാപ്പ് പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഈ സംഭവങ്ങളൊക്കെ ഹെലൻ അപ്പോൾ വീഡിയോ ഇട്ട് എല്ലാവരും അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാൻമണിയോട് ചോദിച്ചു, ജാൻമണി ഞാനോ മാപ്പോ, ഞാൻ മാപ്പൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജാൻമണി മീഡിയയുടെ മുമ്പിൽ മെഴുകി. ഇത് കേട്ടപ്പോൾ ഹെലന് ദേഷ്യം വരാതിരിക്കുമോ? ഹെലൻ അവിടെ വീണ്ടും ജാൻമണിക്കെതിരായിട്ട് സംസാരിച്ചു തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കെട്ടടങ്ങി അവസാനിച്ചിരുന്ന സമയത്താണ് ശാരികയുടെ ചാനലിൽ ജാൻമണി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ജാൻമണിയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രസക്ത ഭാഗത്തിൽ ഈ വിഷയം ശാരിക അടുത്ത് കിട്ടുകയാണ്. ഒരു കാര്യമില്ലാതെ, ഒരു ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ ആ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ശാരിക അതെന്താണ്, സംഭവിച്ച വിഷയം എന്താണ്, എവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്, ഇതൊക്കെ ഒന്നും മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് വാലും തുമ്പും അറിയാണ്ട് ശാരിക ഹെലനെ അങ്ങോട്ട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. ആ കൊച്ച് എന്താണ്, ആ കൊച്ച് എന്തിനാണ് ഇങ്ങനെ തെറി പറയുന്നത്, ആ കൊച്ച് ജാൻമണിയുടെ കൾച്ചർ പോലും ആ കുട്ടിക്ക് ഇല്ലാതെ പോയാലും മറ്റേതാണ് മറിച്ചാണ് അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങി. പ്രശ്നമെല്ലാം അവസാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തീപ്പൊരിയ ശാരികയായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ശാരിക എന്താണ് പറയാനുള്ളത്. എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു പോയിന്റിലാണ് ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യണം തോന്നിയത്. ആ പോയിന്റ് എന്താണെന്ന് കൂടി ഞാൻ സംസാരിക്കാം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ജാൻമണി ഇരുന്ന് ചിരിച്ചു കൊടുക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം. പക്ഷേ ജാൻമണിക്ക് അറിയാമായിരുന്നു ജാൻമണി അവിടെ സോറി പറഞ്ഞിട്ടുണ്ട് ഹെലനോട്. അത് ഹെലൻ വീഡിയോ ആയിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ കോൺവെർസേഷൻ കോൾ റെക്കോർഡിങ് ഹെലൻ പുറത്തുവിട്ട് ജാൻമണി അതിനകത്ത് സോറി പറയുന്നുണ്ട്. ആ ജാൻമണി വന്ന് പറയുവാണ് ഞാൻ സോറി പറഞ്ഞിട്ടില്ല എന്ന്. ഇവിടെയും ശാരിക ഇത് പറയുമ്പോൾ ജാൻമണിക്ക് തിരുത്താമായിരുന്നു. ഇല്ല ശാരിക, ഞാനത് സോറി പറഞ്ഞു എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെയും ജാൻമണി പറയുന്നില്ല. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ശാരികയും ജാൻമണി തമ്മിലുള്ള കോൺവെർസേഷൻ. ഹെലൻ ഓഫ് സ്പാർട്ട, ആ കുട്ടി അവളുടെ പ്രായം നോക്കൂ, അവളുടെ ഒരു ക്യാരക്ടർ, ഇതൊക്കെ സ്വന്തം കണ്ണാടിയെ നോക്കിയിട്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വല്ലപ്പോഴും റെക്കോർഡ് ചെയ്ത് കുട്ടി ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തും ആയിക്കോട്ടെ. ഇപ്പൊ ജാസി അവരെ കുറിച്ച് ജാനു മോശം പറഞ്ഞു, അങ്ങനെ ഒരു വേർഡ് സംസാരിച്ചു. ജാനുവിനെ വിളിച്ച് അവൾക്ക് ചോദിക്കാം, യു ആർ എ ഫേമസ് സെലിബ്രിറ്റി ആർട്ടിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ശാരിക പറയുന്നത് ജാനു ഹെലന മോശം പറഞ്ഞു. അപ്പോൾ മോശം പറഞ്ഞു എന്നുള്ളത് ശാരികയ്ക്ക് അറിയാം, മോശം പറഞ്ഞു. പക്ഷേ ജാനു എന്ന് പറഞ്ഞ എന്താണ്, ഞാൻ ഹെലനെ അല്ല പറഞ്ഞത്, വേറെ ഒരുത്തനെയാണ് പറഞ്ഞത്, അവന് കഴപ്പാണെന്നാണ് ജാൻമണി പറഞ്ഞത്. എവിടെ അന്ന് മീഡിയയിൽ പറഞ്ഞത് അവന് കഴപ്പാണ്, അത് ഞാൻ ഹെലനെ അല്ല, ഹെലൻ ഒരു പാവം സ്വീറ്റ് ഗേൾ എന്നൊക്കെയാണ് ജാൻമണി പറഞ്ഞത്. പക്ഷേ പിന്നെ ജാൻമണി ഈ മാപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് തിരുത്തി പറഞ്ഞത്, ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഹെലൻ വന്നിട്ട് വീഡിയോ ഇട്ട് കാണിച്ചത്. ഇവിടെ ശാരിക പറയുന്നു അന്ന് മറ്റേ മോശമായിട്ട് പറഞ്ഞു, അന്ന് ഇരിക്കട്ടെ, വിളിച്ചു ചോദിക്കാമായിരുന്നല്ലോ. ഇവിടെയാണ് എൻ്റെ ഒരു കല്ലുകടി എന്ന് പറയുന്നത്. അതായത് മുൻപൊരിക്കൽ അതുൽ വ്ളോഗ്സിലെ അതുൽ ശാരികയ്ക്കെതിരെ വീഡിയോ ചെയ്തു. ഈ ശാരിക ബിഗ് ബോസിനകത്തുണ്ടായിരുന്നപ്പോഴോ അത് ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം എന്തോ വിഷയം വന്ന സമയത്താണ് ശാരിക അതുലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ, ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നോ, ചോദിച്ചിട്ടുണ്ടായിരുന്നോ, നീ എന്തിനാണ് എനിക്കെതിരെ വീഡിയോ ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ചോദിച്ചില്ലല്ലോ. യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു 75% ആൾക്കാർക്കും അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന ആരാണെന്ന് അറിയാം. അപ്പോൾ ശാരിക വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? നീ എന്തിനാണ് എനിക്കെതിരെ വീഡിയോ ചെയ്തത്? ഇല്ലല്ലോ. എന്നെ ആർക്കും അറിയില്ല. ഓക്കെ, വിട്ടേക്ക്. അതുലിനെ അറിയാം, കുറച്ച് പേർക്കെങ്കിലും. പക്ഷേ ശാരിക വിളിച്ചിട്ടില്ല. എന്നാൽ അതുലിനെതിരെ ശാരിക വന്ന് വീഡിയോ ചെയ്തു. അനന്തുനെതിരെ വീഡിയോ ചെയ്തു. അനന്തുന് അറിയാമായിരുന്നോ? യൂഷ്വൽ സൈക്കോ പുള്ളിക്കാരൻ ശാരികയ്ക്കെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ശാരിക വീഡിയോ ചെയ്തു. ശാരികയെ വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നോ? അപ്പോൾ ശാരികയ്ക്ക് ഒരു നിയമം, ഹെലന് വേറൊരു നിയമം. ഈ വീഡിയോയ്ക്കകത്ത് ശാരിക പറയുന്നുണ്ട് ഇതേപോലത്തെ ഒരു കാര്യം. നമുക്ക് അതിലേക്ക് വരാം. ഇവിടെ ശാരിക പറയുന്നതാണ്
ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, സെലിബ്രിറ്റിയാണ്. എന്ന് മുതലാണ് ജാൻമണി സെലിബ്രിറ്റി ആയത്? ഞാൻ ജാൻമണി അറിയുന്നത് ബിഗ് ബോസിൽ ജാൻമണി വന്നതിന് ശേഷമാണ്. അതിന് മുൻപ് ജാൻമണി എന്താണെന്നോ ജാൻമണി ആരാണെന്നോ എനിക്കറിയില്ല. ജാൻമണി എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും. നിങ്ങളെ വിചാരം എന്താ? ബിഗ് ബോസിൽ പോയി എല്ലാവർക്കും അറിയണമെന്നാണോ? അതാണോ നിങ്ങളുടെ ധാരണ? വെറും തെറ്റായ ധാരണയാണ്. ഈ ബിഗ് ബോസ് ഷോ കാണാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്കാർക്കും നിങ്ങൾ ആരാണെന്ന് പോലും അറിയത്തില്ല. ഷാരിക KB എന്ന് പറയുന്ന വ്യക്തിയെ പോലും അറിയാത്ത ആൾക്കാരുണ്ടാവും. അവരോട് പോയിട്ട് ഞാൻ ബിഗ് ബോസ് സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാൽ പോയി പണിയൊക്കാൻ പറയും. അത്രേ ഉള്ളൂ, അതിനപ്പുറം വേറൊന്നുമില്ല. അപ്പം നിങ്ങളൊക്കെ ധാരണയുണ്ട് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമായി മാറും. ആവുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ല. എല്ലാവർക്കും അങ്ങനെ എല്ലാവരും അറിയണമെന്നില്ല. ബിഗ് ബോസിൽ പോയിട്ട് ഇന്നും അറിയപ്പെടാതെ പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്, ആർക്കും അറിയാതെ പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ജാൻമണി ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് മലയാളികൾക്ക് മിക്കവാറും ആൾക്കാർക്കും അറിയാത്തൊരു വ്യക്തി തന്നെയാണ്. ഇനി ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണെങ്കിലോ അവിടെയും മിക്കവാറും ആൾക്കാർക്ക് അറിയാത്ത വ്യക്തി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡയലോഗിൽ ഇവിടെ പ്രസക്തിയില്ല. ബിഗ് ബോസിൽ പോയതുകൊണ്ട് എല്ലാവർക്കും അറിയണം എന്നൊരു നിയമമൊന്നുമില്ല, ഒരു നിർബന്ധവുമില്ല. ബാക്കി കേൾക്കാം. ആരും അറിയാത്തൊരു വ്യക്തിയല്ല, അതിന്റെ ബിഗ് ബോസ് സെലിബ്രിറ്റിയാണ്. ഒരു പൂച്ചക്കുഞ്ഞും അറിയാത്ത ആളല്ല ജാനു എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഹെലനെ വിളിച്ച് ചോദിക്കും. ബിഗ് ബോസ് ഞാൻ വീണ്ടും പറയുന്നു, ബിഗ് ബോസിൽ പോയി എന്ന് പറഞ്ഞിട്ട് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർക്ക് നമ്മുടെ ലൈഫ് കണ്ടിട്ട് ഒരുതരം അസൂയ തോന്നണം, അല്ലെങ്കിൽ ഒരുതരം എനിക്ക് അവരെ പോലെ ആവണം എന്ന് ചിന്തിക്കുന്നതാണ് സെലിബ്രിറ്റി ലൈഫ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, ഓക്കെ. ബിഗ് ബോസിൽ പോയിട്ട് സെലിബ്രിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്കിത് ഇന്ന ആളെ പോലെ ആയാൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഇന്ന ആളെ പോലെ എനിക്ക് ആയാൽ മതിയായിരുന്നു, എനിക്ക് അങ്ങനെ ആയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിഗ് ബോസിലെ ഇന്ന കണ്ടസ്റ്റൻറ്റിനെ പോലെ ആ ക്യാരക്ടർ പോലെ എനിക്ക് ആയാൽ കൊള്ളാമായിരുന്നു എന്ന്, അല്ലെങ്കിൽ അവരെ പോലൊരു പാർട്ട്ണർ എനിക്ക് വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള എത്ര പേര് നിങ്ങളുണ്ട്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേരുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ബിഗ് ബോസിൽ പോകുന്നത്, ബിഗ് ബോസ് സെലിബ്രിറ്റി, എനിക്കതിലൊരു വലിയ സംഭവമായിട്ടും തോന്നുന്നില്ല. ശരിക്കും ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാർ നെഗറ്റീവായിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. എന്നാൽ നെഗറ്റീവായിട്ട് കയറി പോകുന്ന ആൾക്കാർ പലരും പോസിറ്റീവായിട്ട് വരാറുമുണ്ട്. എത്രയോ പേരുടെ ലൈഫ് സ്പോയിലായിട്ടുണ്ട് ഒരൊറ്റ ഷോ കാരണം. അതുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിനെ വെച്ചിട്ട് അങ്ങ് വലിയ സംഭവമായിട്ട് സ്വയം അങ്ങോട്ട് മതിപ്പ് കാണിക്കണ്ട. ഒന്നുമല്ല, ഇതിനേക്കാളും ഒരുപാട് ലെവലിൽ സെലിബ്രിറ്റി ഇമേജ് വെച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ബിഗ് ബോസ് സെലിബ്രിറ്റി അതൊരു വലിയ സംഭവം പോലെയൊക്കെ തോന്നുന്നത്. നിങ്ങൾക്കായിരിക്കും അത് തോന്നുന്നത്, നാട്ടുകാർക്ക് അത് തോന്നുന്നില്ല. അതുകൊണ്ട് ശാരിക ആ സംസാരം കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ്. ബിഗ് ബോസ് സെലിബ്രിറ്റി, ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. ഓക്കെ, നിങ്ങളതായിക്കോട്ടെ. പക്ഷെ നിങ്ങളെ നാട്ടുകാർ അതുപോലെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത്രേ ഉള്ളൂ. ജാനു അവിടെ അന്ന് അത് മീഡിയക്കാരൻ എങ്ങനെ വളച്ചൊടിച്ചു അതൊന്നുമുള്ള വിഷയമല്ല. മീഡിയക്കാരൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പുറത്ത് വരുന്നത് ഹെലൻ്റെ പേരാണ്. സ്വാഭാവികമായിട്ടും ഹെലൻ റിയാക്ട് ചെയ്യും. ഇന്ന് വരെയും ഹെലൻ പോയിട്ട് ഒരാളെയും അങ്ങോട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ടിക്ടോക്ക് മുതൽ ആ കുട്ടീനെ ഫോളോ ചെയ്യുന്ന ആളെയാണ് ഞാൻ. അങ്ങോട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇങ്ങോട്ട് വന്നാൽ വിടത്തുമില്ല. അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ആ കുട്ടി പോകാറുണ്ട്. ശരിക്കും പെൺകുട്ടികൾ അത്രയും ബോൾഡ് ആവണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ സൊസൈറ്റിയിൽ. അല്ലെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുന്നവരെ ചിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ അവിടെ സർവൈവിങ് ഉണ്ടാവില്ല. എന്താണോ ഇങ്ങോട്ട് വരുന്നത് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കണം. തെറിയെങ്കിൽ തെറി, അടിയെങ്കിൽ അടി, ആ ലെവലിൽ തിരിച്ചു കൊടുക്കുക തന്നെ വേണം. അത് ആ കുട്ടി ചെയ്യുന്നുണ്ട്. അതിന് ആ കുട്ടിക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ആ കുട്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അത് ഇങ്ങോട്ട് വരുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആ കുട്ടിയുടെ വേ ഓഫ് പ്രസൻറ്റേഷനോ വേ ഓഫ് സ്റ്റൈലോ ഒക്കെ ആയിരിക്കും. ശരിയാണോ തെറ്റാണോ അത് അയാൾ തീരുമാനിച്ചോളൂ. ഇവിടെ അതിന് മാർക്കിടാൻ ശാരിക ആയിട്ടില്ല. ഓക്കെ, ബാക്കി കേൾക്കാം. എന്താണ് എന്നെ കുറിച്ച് അങ്ങനെ പറയാനൊരു കാര്യം? ഇവർക്ക് ഇങ്ങനൊരു വീഡിയോ ഇടുന്നതിന് മുൻപ് ഉറപ്പായിട്ടും വിളിച്ച് ചോദിക്കാം. കാരണം ജാനു അങ്ങനെ ജാനുവിന് ഹെലനുമായിട്ട് ഒരു ബന്ധവുമില്ല, നിങ്ങൾ തമ്മിൽ വഴക്കില്ല, നിങ്ങൾ തമ്മിൽ മുമ്പ് സംസാരിച്ചിട്ടില്ല, ഒരു കണക്ഷനും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ജാൻമണി മീഡിയയുടെ മുന്നിൽ എനിക്കതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാൽ പോരായിരുന്നോ? അങ്ങനെയല്ലേ ചെയ്യേണ്ടിരുന്നത്? എനിക്കറിയാത്ത ഒരാളെക്കുറിച്ച് ഞാൻ എന്ത് പറയാൻ എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോയല്ലേ വേണ്ടത്? പിന്നെ മാപ്പ് പറഞ്ഞ കാര്യം ചോദിച്ചപ്പോഴേക്കും മാപ്പെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയാണോ പറയേണ്ടത്? പറഞ്ഞെങ്കിൽ പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ല, പരിപാടി അവിടെ കഴിഞ്ഞു. പക്ഷേ പറഞ്ഞിട്ടും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ കേട്ടവനെന്തോ മണ്ടനാണോ അല്ലെങ്കിൽ മണ്ടിയാണോ? അപ്പം ശാരിക ശരിക്കും കാര്യം മനസ്സിലാക്കാനാണ് ഈ ഒരു മാറ്റർ അവിടെ സംസാരിക്കുന്നത് തന്നെ. എന്താണ് അവർ തമ്മിലുണ്ടായ പ്രശ്നം, എവിടെ നിന്നാണ് അത് തുടങ്ങിയത്, അതിനുശേഷം എന്താണ് സംഭവിച്ചത്, ഇതൊന്നും അറിയാതെ ചുമ്മാ ഒരു അലിഗേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശരിക്കും ജാൻമണിനെ ഇവിടെ ഏറെ കയറ്റാൻ വേണ്ടി ശാരിക ട്രൈ ചെയ്യുന്നു. അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. രേണുവിനെ ഏറെ കയറ്റി നിർത്തിയേക്കുന്ന പോലെ ആ ഏറെ കയറാനുള്ള ഒരു റീസൺ ശാരിക തന്നെയാണ്. രേണു ഇന്നും ഏറിൽ നിൽക്കാൻ, ഏറെ ഇറങ്ങാൻ പറ്റാത്ത റീസൺ ശാരികയാണ് തുടങ്ങി വെച്ചത്. ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം ഒരുവിധം ഒരു പോസിറ്റീവായിട്ടാണ് രേണു ഇറങ്ങി വന്നത്. പക്ഷേ ആ രേണുവിനെ ഈ വീടിൻ്റെ വിഷയം വീണ്ടും എടുത്തിട്ട് എയറിലേക്ക് വീണ്ടും കയറാനുള്ള ഒരു പടി ഉണ്ടാക്കി കൊടുത്തത്, ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇട്ട് കൊടുത്തത് ശാരികയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തേ ഒഴിഞ്ഞു പോയൊരു കാര്യമാണ്. ആ പ്രശ്നം ഒഴിവാക്കി വിട്ടതാണ്.
അല്ലെങ്കിൽ അവസാനിച്ച് പോയതാണ്. അതിനെ വീണ്ടും ഒരു വിഷയമാക്കി മാറ്റി. ബാക്കി കേൾക്കാം. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വാക്ക് ജാനുവിൽ നിന്ന് കേട്ടാൽ ഉറപ്പായിട്ടും ഹെലൻ ഒരു മര്യാദ പുറത്ത് വിളിച്ചു ചോദിക്കാം. ഹെലൻ എന്താണ് അവിടെ ചെയ്തത്? ഒരു പെൺകുട്ടി, അവളുടെ പ്രായം നോക്കുക, അവളുടെ മുഖത്ത് നിന്ന് അവൾ ഇത്രയും തെറി പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ടും ടിക്ടോക്കിൽ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഹെലൻ പറഞ്ഞിട്ടുണ്ട്. തെറി പറയുന്നത് പ്രായം നോക്കിയിട്ടാണോ, പ്രായം വെച്ചിട്ടാണോ? ഹെലൻ്റെ തെറി പറച്ചിലിനോട് ഞാനും യോജിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഹെലൻ തെറി പറയുന്നത് ഹെലനെ അങ്ങോട്ട് കയറി അടിക്കുന്നവരെ മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് കയറി ചൊറിയുന്നവർ മാത്രമാണ്. അല്ലാണ്ട് ഹെലനായിട്ട് ജാൻമണിയോട് പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് എന്തും ആവാം, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും എന്ത് തോന്നിയവാസം പറയാം. പക്ഷെ മറ്റുള്ളവർ നിങ്ങളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ പാടില്ല, നിങ്ങളോട് പ്രതികരിക്കാൻ പാടില്ല, നിങ്ങളെ തിരിച്ചു പറയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് കയറിക്കൊള്ളൂ അല്ലേ? നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ എന്ത് തോന്നിയവാസം പറയാം, നിങ്ങളെ ആരും ഒന്നും പറയാൻ പാടില്ല. ശാരികയാണ് ഒരു ആള്, അത്യാവശ്യം സെലിബ്രിറ്റി ഇമേജുള്ള ഒരാൾ മീഡിയയുടെ മുമ്പിൽ പറയുകയാണ് അവളൊരു പോക്ക് കേസാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവളുടെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞാൽ ശാരിക എങ്ങനെ റിയാക്ട് ചെയ്യും? അവരെ വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ അങ്ങനെ സംസാരിക്കാൻ പോയത് എന്ന് ചോദിക്കുമോ? അങ്ങനെ ചോദിക്കുമോ? അതോ ശാരിക അതുക്കും മേലെ റിയാക്ട് ചെയ്യുമോ? അല്ല, ശാരിക പക്ഷെ ഇമാജിൻ ചെയ്ത് നോക്ക്. അപ്പോൾ ശാരികയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹേ ഹേ, മറ്റുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ ഹോ ഹോ. അതെന്ത് ന്യായമാണ്? എനിക്ക് സത്യത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഞാനൊരു ചാനൽ തുടങ്ങുമ്പോൾ 2 എണ്ണം പറയണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. എന്നെ ഒന്നും പറയാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ പ്രതികരിക്കുക. എന്തിനു പറയണം? ശാരികയും ഹെലനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശാരിക പറഞ്ഞല്ലോ ജാൻമണിയും ഹെലനുമായിട്ട് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഹെലന് ജാൻമണിയെ വിളിക്കാമായിരുന്നല്ലോ, വിളിച്ച് അന്വേഷിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞില്ലേ? ശാരികയും ഹെലനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ എന്തിന് ശാരിക 2 എണ്ണം പറയണം? അപ്പോൾ ശാരികയ്ക്ക് എന്തു ആവാം അല്ലേ? ഹെലൻ പറഞ്ഞപ്പോൾ പ്രശ്നം. ഞാൻ വിളിക്കത്തൊന്നുമില്ല അവളെ നമ്പർ എടുത്ത്. സീരിയസ്ലി എനിക്ക് ഹെലൻ എന്ന് പറഞ്ഞ കുട്ടിയോട് ഒരു ഇവളെ കാണാൻ നല്ല സുന്ദരി കുട്ടിയാണ്. കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? ഹെലനും ജാൻമണിയെ വിളിക്കാമായിരുന്നല്ലോ, വിളിച്ച് അന്വേഷിക്കാമായിരുന്നല്ലോ. ഇപ്പം എന്താ പറയുന്നത്? ഞാൻ വിളിക്കത്തൊന്നുമില്ല, ഞാൻ ഹെലനെ നമ്പർ എടുത്ത് വിളിക്കത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയവാസം കാണിക്കാം അല്ലേ? നിങ്ങൾക്ക് വിളിക്കാതിരിക്കാം, മറ്റുള്ളവർ വിളിച്ച് അന്വേഷിക്കണം എന്താ സംഭവിച്ചത്, ശാരികയെ എന്തിനാ അങ്ങനെ പറയാൻ പോയത് എന്ന് മറ്റുള്ളവർ വിളിച്ച് പറയണം, വിളിച്ച് ചോദിക്കണം. നിങ്ങൾക്ക് പറ്റില്ല. എനിക്കൊന്നും പറ്റില്ല, പക്ഷേ എന്നെ വിളിക്കണം. ഇതൊരു തരം അഹങ്കാരം എന്ന് പറയും, അല്ലാണ്ട് വേറൊന്നുമല്ല. എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് തെറി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വൈ? ജാനു കാണിക്കുന്ന ഒരു കൾച്ചർ. ജാനു വിളിച്ചു, അവരോട് സോറി പറഞ്ഞു, നിങ്ങൾ തെറ്റിദ്ധാരണ, ആ ഒരു കൾച്ചർ അതുപോലും ആ കുട്ടി കാണിച്ചില്ലെന്ന് സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി. അവൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ ചാനൽ തുറന്നത്? ജാനു സോറി പറഞ്ഞു, ആ കുട്ടി കാര്യം മനസ്സിലായി, ആ കുട്ടി അത് അവിടെ വിട്ടതല്ലേ. അതിനുശേഷം മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് മാപ്പോ, ഞാൻ മാപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇതേ ജാനു തന്നെയല്ലേ. അത് കേട്ടപ്പോഴല്ലേ ആ കുട്ടി വീണ്ടും റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. ഇതൊന്നും അറിയാണ്ട് ചക്ക ഏതും മാങ്ങ ഏതും തിരിച്ചറിയാത്ത ശാരിക വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മുന്നിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കരുത്. അത് കേട്ട് ചിരിച്ചു മറിയാൻ ജാൻമണിയോടൊക്കെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ജാൻമണിയെ സപ്പോർട്ട് ചെയ്ത, ജാൻമണി അഭിഷേകിനെ സപ്പോർട്ട് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്കൊരു പേയ്മെൻറ്റ് വിഷയമൊക്കെ വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ പറയുന്ന മേക്കപ്പ് പ്രൊഫഷൻ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഇമാതിരി ഒരു കോമാളി ആവാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. ശാരികയെ സംബന്ധിച്ച് ശാരികയ്ക്ക് കോണ്ടന്റ് ആണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഈ വിഷയം സംസാരിക്കേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല. ശാരിക ജാൻമണി ഇൻ്റർവ്യൂവിന് വിളിച്ചതിന് വേണ്ടിയാണ്, ജാൻമണിയുടെ വിശേഷങ്ങൾ സംസാരിക്കാൻ വേണ്ടിയല്ലേ, അത് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയാണോ? അപ്പോൾ നിങ്ങൾക്ക് എന്തും ആവാം, നിങ്ങൾക്ക് എന്തും ആരെയും കുറിച്ചും പറയാം. എനിക്ക് അവളെ വിളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനങ്ങ് സംസാരിക്കും. എന്തേ മറ്റുള്ളവർക്ക് അത് പാടില്ലെന്നുണ്ടോ? നിങ്ങളെ റിയാക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങളെ റിയാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇറങ്ങി പോളൂ, അത് ചെയ്യാൻ പാടില്ല. അത് എവിടുത്തെ ന്യായമാണ്? നിങ്ങൾക്ക് ആരും എന്തും പറയാം, നിങ്ങളെ ആർക്കൊന്നും പറയാൻ പാടില്ല. എന്താ നിങ്ങൾ ലേഡി ബിഗ് ബോസ് ആയതുകൊണ്ടോ? അത് ബിഗ് ബോസ് ഹൗസിനകത്ത്, പുറത്ത് ഇങ്ങോട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറക്കണ്ട. നിങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് എന്ത് കാണിക്കുന്നോ അതിന് റിയാക്ഷൻ ഉണ്ടാവും. ജാൻമണിക്ക് ഹെലൻ്റെ നാവിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ജാൻമണി കൊടുത്തിട്ടാണ് തിരിച്ച് വാങ്ങുന്നത്. അത്രയും മോശമായിട്ടുള്ള ലെവലിൽ അത് ചോദ്യം എന്താണെന്നുള്ള പ്രസക്തിയില്ല, പുറത്ത് വരുന്നതാണ് ആൾക്കാർ കാണുന്നത്. ജാസിം ഹെലൻ തമ്മിലുള്ള വിഷയത്തിൽ എന്താണ് ജാൻമണിയുടെ അഭിപ്രായം? അവന് കഴപ്പാണ്, അവന് കുടുംബം ഇല്ലേ? കേൾക്കുന്ന വിചാരിക്കും ഈ ജാൻമണി സംസാരിക്കുമ്പോൾ അത് ഭാഷ പോലും മനസ്സിലാവണമെന്നില്ല. സ്വാഭാവികമായിട്ടും ഹെലനെയാണ് പറയണമെന്ന് വിചാരിക്കുള്ളൂ. കാരണം ഹെലൻ്റെയും ജാസിൻ്റെയും ചോദ്യമാണ് ചോദിക്കുന്നത്. ഹെലനെയും ജാസിനെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി വരുന്നത് ഹെലൻ്റെ പേരിലാണെങ്കിൽ അവനക്ക് കഴപ്പാണ് ഇങ്ങനെ പറയുന്നത്, അവനക്ക് കഴപ്പാണ്. ഇത് കേൾക്കുന്ന ആരും റിയാക്ട് ചെയ്യും. ആ റിയാക്ഷനെ ഹെലൻ്റെ ഭാഗത്തുനിന്നുണ്ടായുള്ളൂ. അല്ലാണ്ട് ഹെലൻ ജാൻമണിയുടെ വീട്ടിൽ പോയിട്ട് നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്, നീ എന്നെ അങ്ങനെ പറയാൻ പോവല്ലേ എന്നും പറഞ്ഞൊന്നും തെറി പറയാൻ പോയിട്ടില്ല. ഇങ്ങോട്ട് വന്നതിന് ആ കൂടി തിരിച്ച് മറുപടി കൊടുത്തു. പിന്നെ രണ്ടാമത് സോറി പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി കൊടുത്തു. അതെന്താ തെറ്റ്? ശാരികയുടെ കൂട്ടുകാരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ശാരികയ്ക്ക് ഇറങ്ങി പൊള്ളും. ഞാൻ പിന്നെ അവരെ 2 എണ്ണം പറയാൻ പോകും. പക്ഷെ അവരെ വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല. ശാരികയ്ക്ക് എന്തോ ആവാം. ഇത് കേരളമാണ് ശാരിക. ഇവിടെ കൊടുത്താൽ തിരിച്ചടി കിട്ടും. അത് വാങ്ങാൻ കൂടെ തയ്യാറായി വേണം കൊടുക്കാൻ. ഇതിന് മറുപടി ഹെലൻ പറഞ്ഞിട്ടുണ്ട്, ജാൻമണിക്കുള്ള മറുപടി. അത് ഹെലൻ്റെ ചാനലിലുണ്ട്, ഞാൻ അടുത്ത് വയ്ക്കുന്നില്ല. സോ ശാരികയുടെ ഈ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലോ? നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചൂണ്ടിക്കാണിക്കാം കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.